ഇവിടെ പ്രേക്ഷകരെ കോഴിക്കോട് അപകടത്തിൽ പരിക്കേറ്റ ഒരു രോഗി അദ്ദേഹം ചികിത്സ കിട്ടാതെ മരിച്ചു എന്നൊരു പരാതിയാണ് വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഈ മലപ്പുറം പൂളിക്കൽ തെരിയമ്പലം സ്വദേശി കാഞ്ഞിരൻ ബഷീറാണ് മരണപ്പെട്ടത്. മുക്കം KMCT ആശുപത്രിക്കെതിരെയാണ് ബന്ധുക്കളുടെ പരാതി. എന്നാൽ ചികിത്സ നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കൊണ്ട് ശേഷം എക്സ്റേ എടുക്കണം, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് സംശയം ഉണ്ടോ നമ്മോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കുന്നത് എക്സ്റേ ഫിലിം ഇതാണ് 9:30 മണിക്കാണ് ഒരു എക്സ്റേ എടുക്കുന്നത്. 2-3 ഫ്രാക്ചർ ഉണ്ട്, ഉള്ളിൽ പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടി നോക്കട്ടെ. അപ്പോഴൊക്കെ നമ്മൾ ഇവരോട് വന്നപ്പോൾ ഓൾഡ് പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും സീരിയസ് ആണ് ഞങ്ങൾ ബേബിക്കോ മിൻസൊക്കെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ നമ്മോട് ഒന്നും പറയണില്ല, നോക്കട്ടെ എന്നാ പറയുന്നത്. 9:45-10 പൾസ് ഇല്ല. നമ്മൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു CPR കൊടുക്കുക. അപ്പോൾ രോഗി മരിച്ചും ചെയ്ത്. ഇത് നമ്മോട് 5:30 മണിക്കൂർ. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി ചേർന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ബന്ധുക്കൾ പറഞ്ഞത് ചികിത്സ കിട്ടാതെയാണ് ബഷീർ മരണപ്പെട്ടത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ആശുപത്രി അധികൃതരുടെ ഈ വിഷയത്തിലെ വിശദീകരണം? ലക്ഷ്മി, വളരെ ഗുരുതരമായ ആരോപണമാണ് ആശുപത്രിക്കെതിരെ ഉയരുന്നത്. മുക്കം KMCT ആശുപത്രിയിൽ ഇന്നലെ വൈകുന്നേരം 5:30 ഓട്ടോറിക്ഷ പുറകോട്ട് എടുക്കുമ്പോൾ ബഷീറിന്റെ കാലിന് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ 5:30 കൊണ്ടുവന്നിട്ടും എക്സ്റേ എടുക്കുന്നതിനോ ഒന്നും തന്നെ അവിടെ നടപടി വളരെ വേഗത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് 9 മണിക്ക് ശേഷമാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. വളരെ ഗുരുതരാവസ്ഥയിലേക്ക് രോഗി പോവുകയായിരുന്നു. 10 മണിയോടുകൂടി ബഷീർ മരിക്കുകയും ചെയ്തു. ആ സമയത്ത് രാത്രി വലിയ പ്രതിഷേധവും സംഘർഷവും എല്ലാം തന്നെ ആശുപത്രി പരിസരത്ത് ഉണ്ടാവുകയും ചെയ്തു. ആശുപത്രി അധികൃതർ പറയുന്നത് ചികിത്സ വൈകിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ്. പക്ഷേ ബന്ധുക്കൾ വളരെ കൃത്യമായി പറയുന്നു, 5:30 അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആ സമയത്ത് അവർ പറയുന്നു എന്തെങ്കിലും തരത്തിൽ അപകടാവസ്ഥയാണെങ്കിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നുള്ളത് പറയുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ ആശുപത്രിയിലെ ആളുകൾ നടപടി സ്വീകരിച്ചിരുന്നില്ല. KMCT സ്വകാര്യ ആശുപത്രിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഈ രോഗിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി.